വെൽക്കം ടു ആർക്കേസ് സ്റ്റോറീസ്. പറയാനിനിയും 72. ലേബർ റൂമിലേക്ക് ഓടിക്കയറി വന്ന വിഭയെ കണ്ട് അവിടെ നിന്നും പുറത്തേക്ക് വരികയായിരുന്ന ഒരു കോട്ടയത്തുകാരി അച്ചായത്തി നേഴ്സ് കാര്യമറിയാതെ അവളെ പിടിച്ചു നിർത്തി. മുന്നിൽ നിന്ന് കിടക്കുന്ന വിഭയുടെ ആ പരിഭ്രമം നിറഞ്ഞ മുഖത്തേക്ക് നോക്കി നേഴ്സ് ചോദിച്ചു, എന്നതാ എന്നാത്തിനാ ഇയാൾ ഓടുന്നേ? ഫ്ലൂയിഡ് പോയി. കിതച്ചുകൊണ്ടവൾ മറുപടി പറഞ്ഞു. അതിനെന്നാത്തിനാന്നേ ഇയാളിങ്ങനെ ഓടുന്നേ? ഫ്ലൂയിഡ് പോയാ പിന്നെ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണ്ടേ? അല്ലെങ്കിൽ കുഞ്ഞിന് കേടല്ലേ? അവൾ തന്റെ ഗൂഗിൾ അറിവെടുത്ത് വീശി. എന്റെ കുഞ്ഞ്, ഫ്ലൂയിഡ് പോയെന്നും വെച്ച് അടുത്ത സെക്കൻഡിൽ തന്നെ ഓപ്പറേഷൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ചുമ്മാ ഇങ്ങനെ പേടിക്കാതെ. എന്നതാ ഇയാളുടെ പേര്? വിഭാവരി സുദേവ്. വയറ് കൊളുത്തിപ്പിടിച്ചെന്നതുപോലെ അവൾ ഒന്ന് കുനിഞ്ഞ് വയറിൽ താങ്ങി. അപ്പോഴേക്കും സുദേവും അവളുടെ പിന്നാലെ അങ്ങോട്ടേക്ക് ഓടിയെത്തിയിരുന്നു. ലേബർ റൂമിന്റെ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് തലയിട്ട സുദേവിനോടും ആ നേഴ്സ് ചോദിച്ചു, ആരാ? എന്നതാ? ഞാനിവളുടെ ഹസ്ബൻഡാ. ഇവള് പെട്ടെന്ന് എഴുന്നേറ്റ് ഓടിയപ്പോ എന്തോ പറ്റിയെന്ന് ഓർത്തുപോയി. ഫ്ലൂയിഡ് പോയെന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇയാൾ പുറത്ത് വെയിറ്റ് ചെയ്താട്ടെ, ഞാൻ എന്നതായാലും ഡോക്ടറെ അറിയിക്കാം. വാ. ചിരിയോടെ വിഭയെ വിളിച്ചുകൊണ്ട് ആ നേഴ്സ് പറഞ്ഞു. എന്നതായാലും ഫ്ലൂയിഡ് പോയെന്നും പറഞ്ഞിങ്ങനെ ഓടിപ്പാഞ്ഞ് ലേബർ റൂമിലേക്ക് കയറിയ ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുവാട്ടോ. അത് കേട്ടൊരു ചെറു ചിരിയോടെ വിഭ തിരിഞ്ഞ് അകത്തേക്ക് തലയിട്ട് നോക്കിക്കൊണ്ടു നിന്നിരുന്ന സുദേവിനെ നോക്കി പോയിട്ട് വരാം എന്ന് പറയും പോലെ തലയാട്ടി. അവനവളെ കൈകാട്ടി അടുത്തേക്ക് വിളിച്ചു. അവൾ അടുത്തേക്ക് വന്നതും കൈ അകത്തേക്കിട്ട് അവളെ അടുത്തേക്ക് വലിച്ചു ചേർത്തിട്ട് അവൻ ആ നെറുകയിൽ ഉമ്മ വെച്ചു. പേടിക്കണ്ട, പോയിട്ട് വാകട്ടോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. അവൾ ഒരിക്കൽ കൂടി ഒന്ന് തലയാട്ടി. അവൻ തല പുറത്തേക്ക് വലിച്ചതും അവർക്കിടയിൽ ആ വാതിലടഞ്ഞു. അപ്പോഴേക്കും രമച്ചിറ്റയും അപ്പച്ചിയും അവരോടൊപ്പം വയറും താങ്ങിപ്പിടിച്ച് ആശ്രയയും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അവരെ കൂടാതെ ആശ്രയയുടെ സുലോചന കുഞ്ഞമ്മയും ചേട്ടനും കൂടി റൂമിൽ നിന്നും അങ്ങോട്ടേക്കെത്തി. എന്തായടാ, വല്ല കുഴപ്പമുണ്ടോ? വന്ന പാടെ അപ്പച്ചി ചോദിച്ചു. വേഗത്തിൽ നടന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു അവർ കിതക്കുന്നുണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല, അവൾ അകത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഡോക്ടറെ അറിയിക്കാമെന്ന് അവിടെ ഉണ്ടായിരുന്ന നേഴ്സ് പറഞ്ഞു. പേടിച്ചു പോയി. ഭഗവാനെ കൃഷ്ണ കാത്തോളനെ. പ്രാർത്ഥനയോടെ അപ്പച്ചി ലേബർ റൂമിന് മുന്നിലെ കസേരയിലേക്കിരുന്നു. സുദേവ് ഹരിയെ വിളിച്ച് കാര്യം പറയുന്നതിനിടയിൽ ആശ്രയയോട് മുറിയിലേക്ക് പോയിക്കൊള്ളാൻ അപ്പച്ചി പറയുന്നുണ്ടായിരുന്നു. അവൾ പക്ഷേ അവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്തത്. രമച്ചിറ്റയും മറ്റുള്ളവരും അവിടെ കിടന്നിരുന്ന കസേരകളിലേക്കിരുന്നു. നേരത്തെ തന്നെ അവിടെ ഇരിക്കുകയായിരുന്നവർ പുതിയതായി എത്തിയവരെ നോക്കി. ആശുപത്രികളിലെ വേദനകൾക്കും ടെൻഷനുകൾക്കുമിടയിൽ അപരിചിതത്വം വഴിമാറി നിൽക്കുമെന്ന് പറയാറുള്ളത് പോലെ ദീർഘകാലത്തെ പരിചയമുള്ളവരെ പോലെ അവർ പരസ്പരം നോക്കി ചിരിച്ചു. ആരാ, മോളാന്നോ അകത്ത്? ഏകദേശം അപ്പച്ചിയുടെ പ്രായമുള്ളൊരു സ്ത്രീ അപ്പച്ചിയോട് ചോദിച്ചു. അല്ല, മോന്റെ ഭാര്യയാ. ആന്നോ? അപ്പൊ അതോ? ആശ്രയയുടെ നേരെ നോക്കിക്കൊണ്ടായിരുന്നു അവരുടെ ചോദ്യം. അത് രണ്ടാമത്തെ മോന്റെ ഭാര്യ. അവളുടെ ഡേറ്റും നാളെയാ പറഞ്ഞിരിക്കുന്നേ. സംസാരം നിർത്താൻ ഉദ്ദേശമില്ലാത്ത മട്ടിൽ ആ സ്ത്രീ തുടർന്നു. എന്റെ മൂന്നാമത്തെ മോളാണേ അകത്ത്. ഇതാ ആ മാനത്തേക്ക് നോക്കി നിൽക്കണതാ അവളുടെ ഭർത്താവ്. ചെറുക്കനങ്ങ് ഗൾഫില. പേടിക്കണ്ടെന്ന് എത്ര പറഞ്ഞാലും കേൾക്കണ്ടേ? നമ്മളിത് എത്ര കണ്ടേക്കണ്. ആരാ ഡോക്ടർ? ഡോക്ടർ നിഷി. ആണോ? എന്റെ മോളെ നോക്കുന്നത് ആ ശ്രീദേവി ഡോക്ടറാ. അപ്പച്ചി തലയിളക്കി. അവിടെ നിന്നങ്ങോട്ട് അവർ രണ്ടുപേരും നിർത്താതെ സംസാരത്തിൽ മുഴുകി. സുദേവ് അക്ഷമയോടെ വാച്ചിൽ നോക്കിക്കൊണ്ട് കസേരയിലേക്കിരുന്നു. ആശ്രയെ ഇരിക്കാതെ ലേബർ റൂമിന് മുന്നിലൂടെ മെല്ലെ നടക്കാൻ തുടങ്ങി. കാത്തിരിപ്പിനൊടുവിൽ അരമണിക്കൂറിനുള്ളിൽ ഡോക്ടർ എത്തി. കുഞ്ഞിനെ വേഗം തന്നെ തരാൻ കേട്ടോ. ലേബർ റൂമിലേക്ക് കയറും മുന്നേ അവർ ചിരിച്ചുകൊണ്ട് സുദേവിനോടും കൂട്ടരോടുമായിട്ട് പറഞ്ഞു.
ഡോക്ടർ അകത്തേക്ക് കയറിക്കഴിഞ്ഞ് അല്പം കഴിഞ്ഞതും ഹരിയും അങ്ങോട്ടേക്കെത്തി. ഡോക്ടർ നിഷിയെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. എത്തിയ ഉടനെ അവൻ സുദേവിനോട് പറഞ്ഞു. സുദേവ് പക്ഷേ അതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ടെൻഷനൊന്നുമില്ല എന്ന ഭാവം മുഖത്തണിഞ്ഞ് കസേരയിലിരിക്കുകയായിരുന്നെങ്കിലും അവന്റെ ഉള്ളറിയാവുന്ന അപ്പച്ചി ആ കൈകളെടുത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞതും ലേബർ റൂമിന്റെ വാതിൽ തുറന്ന് നേരത്തെ കണ്ട ആ നേഴ്സ് ഒരു വെള്ളത്തുണിയിൽ പൊതിഞ്ഞു പിടിച്ച ഒരു കുഞ്ഞുമായിട്ട് പുറത്തേക്ക് വന്നു. വിഭാവരിയുടെ റിലേറ്റീവ്സ് ആരാ? ചോദിച്ച് തീരും മുന്നേ തന്നെ ഒരു കുതിപ്പിന് സുദേവ് ആ നേഴ്സിനടുത്തേക്ക് എത്തിയിരുന്നു. വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് ചോരത്തുടിപ്പാർന്നൊരു കുഞ്ഞുമുഖം, കണ്ണുകൾ ഇറുക്കിയടച്ച് കൈകൾ ചുരുട്ടിപ്പിടിച്ച് കിടക്കുകയാണ് ആള്. സന്തോഷത്താൽ സുദേവിന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. കൺഗ്രാറ്റ്സ്, ആൺകുട്ടിയാ. സമയം 3:17 കേട്ടോ. നേഴ്സ് പറഞ്ഞു. അപ്പോഴേക്കും അപ്പച്ചി ഉൾപ്പെടെ എല്ലാവരും എഴുന്നേറ്റ് ആ നേഴ്സിനു ചുറ്റും കൂടി. ഉണ്ണിക്കുട്ട, ഡപ്പൂസേ, ഓരോരുത്തരും അവരവർക്ക് തോന്നിയതുപോലെയൊക്കെ വിളിക്കുന്നുണ്ട്. ആരാ കുഞ്ഞിനെ വാങ്ങുന്നേ? നേഴ്സ് വീണ്ടും ചോദിച്ചപ്പോൾ അപ്പച്ചി കൈകൾ നീട്ടി. നേഴ്സ് കുഞ്ഞിനെ അപ്പച്ചിയുടെ കൈകളിലേക്ക് വെച്ചുകൊടുത്തു. കിടപ്പിന് ചെറിയൊരു അനക്കം തട്ടിയതും അവനൊന്ന് ചിണുങ്ങി. കുഞ്ഞു നെറ്റിയിൽ കുഞ്ഞൊരു ഉമ്മ നൽകിയിട്ട് അപ്പച്ചി സുദേവിന്റെ മുന്നിലേക്ക് അവനെ നീട്ടിയിട്ട് പറഞ്ഞു. ഉരുരുട്ടാതി നക്ഷത്രമാ. കുഞ്ഞിന്റെ ചുരുട്ടിപ്പിടിച്ച കൈകളിൽ സുദേവ് മെല്ലെ വിരലോടിച്ചു. അച്ഛന്റെ സ്പർശനം അറിഞ്ഞതുപോലെ അവനൊന്നിളകി. കുഞ്ഞിന്റെ കൈകളിൽ വിരലോടിച്ചുകൊണ്ട് ആശ്രയ ചോദിച്ചു. അമ്മേ, ദൈവന്റെ കയ്യിലൊക്കെ നോക്കി, എന്തോരം രോമമാ. കുഞ്ഞിന്റെ കൈകളിലും ശരീരത്തിലുമൊക്കെ നിറയെ നേർത്ത രോമങ്ങളുണ്ടായിരുന്നു. അപ്പച്ചി ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. അവന്റെ അച്ചാച്ചന്റെ ശരീരവും ഇങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷെ ഇതൊക്കെ കുളിപ്പിക്കാൻ തുടങ്ങുമ്പോ പൊഴിഞ്ഞു പോകും മോളെ. ആണോ? അവന്റെ കൈകളിൽ പിടിച്ച് പതുക്കെ കുലുക്കിക്കൊണ്ട് അവൾ വിളിച്ചു. ഹലോ മിസ്റ്റർ രോമൻ. രമച്ചിറ്റയും അടുത്തേക്ക് വന്ന് കുഞ്ഞിനെ കണ്ടതോടെ നേഴ്സ് അവനെ തിരികെ വാങ്ങി. നിങ്ങൾ ഇരിക്കുക കേട്ടോ, ഡോക്ടർ ഇപ്പോ വരും. അതും പറഞ്ഞിട്ട് നേഴ്സ് കുഞ്ഞിനെയും കൊണ്ട് തിരികെ അകത്തേക്ക് പോയി. അല്പസമയം കഴിഞ്ഞ് ഡോക്ടർ നിഷി പുറത്തേക്ക് വന്നതും ശ്രീഹരിയും സുദേവും അവർക്കടുത്തേക്ക് ചെന്നു. എങ്ങനെയുണ്ട് ഡോക്ടർ? ഹരി ചോദിച്ചു. ഹരി, വിഭാവരിക്ക് ചെറിയൊരു ബ്ലീഡിംഗ് ഉണ്ട്, എങ്കിലും തൽക്കാലം കുഴപ്പമൊന്നുമില്ല. എന്തായാലും നിങ്ങൾ ഇരിക്കുക കേട്ടോ. കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും അവനാകെ പരിഭ്രമത്തിലായി. കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഡോക്ടറെ? വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് മാറ്റണോ? സുദേവ് ചോദിച്ചു. ഏയ്, അങ്ങനെ പേടിക്കാനൊന്നുമില്ല, ഞാൻ നോക്കട്ടെ കേട്ടോ. അതും പറഞ്ഞ് ഡോക്ടർ വീണ്ടും അകത്തേക്ക് കയറിപ്പോയി. ഹരി സുദേവിനെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചു. സുദേവിന്റെ പരിഭ്രമം നിറഞ്ഞ മുഖം കണ്ടതും എല്ലാവരും അവരുടെ അടുത്തേക്കെത്തി. ഹരി കാര്യം പറഞ്ഞതും അവരെല്ലാം കരച്ചിലായി. എന്റെ കൃഷ്ണ, എന്റെ കൊച്ചിനൊന്നും വരുത്തിയേക്കല്ലേ. അപ്പച്ചി കസേരയിലേക്കിരുന്ന് പ്രാർത്ഥന തുടങ്ങി. നേരത്തെ അപ്പച്ചിയോട് സംസാരിച്ചിരുന്ന ആ സ്ത്രീ അപ്പച്ചിയുടെ അരികിലേക്കിരുന്ന് അവരെ ആശ്വസിപ്പിക്കുവാൻ തുടങ്ങി. രമച്ചിറ്റയും മാറിയിരുന്ന് കണ്ണുകൾ തുടച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ആശ്രയ വിഷമത്തോടെ ഹരിയെ നോക്കി. കുഴപ്പമൊന്നുമില്ല, നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട, അവൻ അവളെയും ആശ്വസിപ്പിച്ചു. സുലോചന കുഞ്ഞമ്മ ആശ്രയയെ അടുത്തുള്ള കസേരയിലേക്ക് പിടിച്ചിരുത്തിയപ്പോൾ ശ്രാവൺ ഹരിയോട് ഡോക്ടർ സംസാരിച്ച കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചറിയാൻ തുടങ്ങി. സുദേവ് ആ സമയം ഫോണെടുത്ത് ജ്യോതിഷനോട് സംസാരിക്കുകയായിരുന്നു. ഫോൺ കട്ട് ചെയ്തതും സുദേവ് ഹരിയുടെ അടുത്തേക്കെത്തി. എടാ, ജ്യോതിഷ് പറയുന്നത് താമസിക്കണ്ട, എത്രയും പെട്ടെന്ന് ആസ്റ്ററിലേക്ക് മാറ്റാനാ. അവിടെയാകുമ്പോൾ അവന് പരിചയമുള്ള ഡോക്ടറുണ്ടെന്ന്. മാത്രമല്ല, ഇത്തരം പ്രശ്നങ്ങൾക്ക് കുറെ കൂടി ബെറ്റർ ട്രീറ്റ്മെന്റ് അവിടെ കിട്ടുമെന്ന് അവൻ പറയുന്നത്. നമുക്ക് വിപക്കുട്ടിയെ അങ്ങോട്ട് മാറ്റിയാലോ? ഞാനെന്നാ ഡോക്ടറെ വിളിക്കട്ടെ. ഡോക്ടറെ വിളിക്കാൻ പറ്റുമോ എന്നറിയാനായി ഹരി ലേബർ റൂമിന് മുന്നിലേക്ക് നീങ്ങുമ്പോൾ വാതിൽ തുറന്ന് ഡോക്ടർ നിഷിയും നേഴ്സും വീണ്ടും പുറത്തേക്ക് വന്നു. അവരെ കണ്ടതും സുദേവും ഹരിയും ഓടി അവരുടെ അടുത്തേക്ക് ചെന്നു. എന്തായി ഡോക്ടർ? മുഖമൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് സുദേവ് പരിഭ്രമത്തോടെ ചോദിച്ചു. ബ്ലീഡിംഗ് ഇതുവരെ നിന്നിട്ടില്ല, ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ടുണ്ട്, ബ്ലഡും കൊടുക്കാൻ തുടങ്ങി. ഡോക്ടർ, ഞങ്ങൾക്ക് പേഷ്യന്റ് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, സുദേവ് പറഞ്ഞു. ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമല്ലോ ഉണ്ടോ ഡോക്ടർ? ഹരിയും ചോദിച്ചു. പോസ്റ്റ്മോർട്ടം ഹെമറേജ് ഉള്ള സമയത്ത് രോഗിയെ ഷിഫ്റ്റ് ചെയ്യുന്നത് പ്രശ്നമാ.
എങ്കിലും ഇപ്പോൾ വിഭയുടെ ഷോക്ക് ഇൻഡെക്സ് കുഴപ്പമില്ലാത്തതിനാൽ ക്രിട്ടിക്കൽ കെയർ ആംബുലൻസ് വേണമെങ്കിൽ ഷിഫ്റ്റ് ചെയ്യാം. പക്ഷെ പൂർണ്ണമായും നിങ്ങളുടെ ഉത്തരവാദിത്തത്തിലായിരിക്കും. എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ആസ്റ്ററിലേക്ക്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് അറേഞ്ച് ചെയ്യാം. വിഭയോടൊപ്പം അങ്ങോട്ട് പോകാനുള്ള താരെന്ന് വെച്ചാൽ റെഡി ആയിക്കോളൂ. കുഞ്ഞ് തൽക്കാലം ഇവിടെ തന്നെ ആയിരിക്കും കേട്ടോ. എല്ലാം ശരിയായി കഴിഞ്ഞ് മാത്രം കുഞ്ഞിനെ ഇവിടെ നിന്ന് കൊണ്ടുപോയാൽ മതി. അവരുടെ സംസാരം കേട്ട് എഴുന്നേറ്റ് വന്ന അപ്പച്ചിയും രമച്ചിറ്റയുമെല്ലാം വലിയ വായിൽ കരച്ചിലായി. ഉള്ളിലിരമ്പുന്ന കടലിനെ അടക്കി സുദേവ് അവരെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചു. എങ്കിലും ഇടയ്ക്കൊക്കെ അവന്റെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. എന്റെ കൃഷ്ണ, എന്റെ ജീവനെടുത്താലും വേണ്ടിയില്ല, എന്റെ കൊച്ചിനൊരാപത്തും വരുത്തല്ലേ. അപ്പച്ചിയുടെ കരച്ചിൽ കേട്ട് അവിടെ ഇരിക്കുകയായിരുന്നവരിൽ പലരും സഹതാപത്തോടെ അവരെയെല്ലാം സമാധാനിപ്പിക്കുവാൻ ശ്രമിച്ചു. അതിനിടയ്ക്ക് ആശ്രയ ശ്വാസം കഴിക്കാൻ ബുദ്ധിമുട്ടുന്നത് കണ്ട് സുലോചന കുഞ്ഞമ്മയും കരച്ചിലായി. ഹരി ഓടി അവളുടെ അടുത്തേക്കെത്തി. എന്താടാ? വേദനിക്കുന്നു. വയർ താങ്ങിപ്പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അവളുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു. ഹരി അവളെ താങ്ങിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചതും ശ്രാവൺ കൂടി വന്ന് മറുവശത്തു നിന്നും അവളെ പിടിച്ചു. ഡോക്ടർ പറഞ്ഞതനുസരിച്ച് അവളെ അവർ അപ്പോൾ തന്നെ ലേബർ റൂമിനടുത്തേക്കാക്കി. അകത്തുനിന്നും വന്ന 2 നേഴ്സുമാർ അവളെ താങ്ങിപ്പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയപ്പോൾ പുറത്ത് സുദേവ് ജ്യോതിഷിനെ വീണ്ടും വിളിക്കുകയായിരുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ ക്രിട്ടിക്കൽ കെയർ ആംബുലൻസ് റെഡിയായി. വിഭയെയും കൊണ്ട് അവർ ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് തിരിച്ചു. സുദേവും രമച്ചിറ്റയും അപ്പച്ചിയും സുദേവിന്റെ വണ്ടിയിൽ ആംബുലൻസിനെ അനുഗമിച്ചു. ഹരിയും കൂടെ വരാമെന്ന് പറഞ്ഞെങ്കിലും ആശ്രയെ ലേബർ റൂമിലേക്ക് കയറ്റിയതുകൊണ്ട് സുദേവ് അവനോട് നിർബന്ധിച്ച് തന്നെ വരണ്ടെന്ന് പറഞ്ഞു. അവിടത്തെ കാര്യം താൻ നോക്കിക്കൊള്ളാമെന്ന് സുലോചന കുഞ്ഞമ്മ ധൈര്യം കൊടുത്തതോടെ അപ്പച്ചിക്കും പിന്നെ മറ്റൊന്നും ആലോചിക്കുവാനുണ്ടായിരുന്നില്ല. ആംബുലൻസ് ആസ്റ്ററിൽ എത്തിയപ്പോഴേക്കും ജ്യോതിഷ് ഇടപെട്ട് അവിടെ എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരുന്നു. അവിടെ എത്തിയ ഉടനെ വിഭയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റി. സുദേവും രമച്ചിറ്റയും അപ്പച്ചിയും ഉരുകിത്തീരുന്ന മെഴുകുതിരികളെ പോലെ ആ ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ നിന്നു. അപ്പച്ചിയും രമച്ചിറ്റയും അവളുടെ ജീവനു വേണ്ടി മനസ്സുരുകി പ്രാർത്ഥിക്കുമ്പോൾ സുദേവ് ഇരിപ്പുറക്കാതെ കൈകൾ കൂട്ടിത്തിരുമി ആ ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. ഇടയ്ക്കവൻ ആ തിയേറ്ററിന് മുന്നിലെ വാതിലിനോട് ചേർന്ന് ഭിത്തിയിൽ ചാരി എങ്ങോട്ടെന്നില്ലാതെ നോക്കി നിൽക്കും. നെഞ്ചിന്മേലുള്ള ഭാരം കൂടി വരുമ്പോഴൊക്കെ നെടുതായി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അവൻ തലകുടയും. വിഭയുടെ സംസാരങ്ങളും കുസൃതികളും പ്രണയം നിറഞ്ഞ കണ്ണുകളും അവന്റെ ഉള്ളിനെ കീറി മുറിച്ചുകൊണ്ടിരുന്നു. എന്റെ അല്ലേ? പലപ്പോഴും അവൾ ചോദിക്കാറുള്ള ആ ചോദ്യം അവന്റെ ചെവിയിൽ മുഴങ്ങി. അതിനവൻ സ്ഥിരമായി പറയാറുള്ള മറു ചോദ്യവും അവന്റെ ഓർമ്മയിലേക്കെത്തി. ഉത്തരമറിയാമെങ്കിലും കൂടെ കൂടെ ഇങ്ങനെ ചോദിക്കുന്നത് എന്തിനാ എന്റെ വിഭകുട്ടിയെ? സ്വന്തമാണെന്ന് അറിയാമെങ്കിലും എന്റെ അല്ലേ എന്ന ചോദ്യത്തിന് നിന്റേത് മാത്രമാണെന്ന മറുപടി കേൾക്കാൻ എപ്പോഴൊരു കൊതിയ ഉണ്ണേട്ടാ. അവൾ ഇല്ലാത്തൊരു ലോകത്തെപ്പറ്റി ഉള്ളിലേക്കൊരു ചിന്ത വന്നതും നെഞ്ചിലേക്കൊരു കത്തി കുത്തിയിറക്കിയതുപോലെ അവന് വേദനിച്ചു. ചോര ഒഴുക്കിക്കൊണ്ട് ഹൃദയം കരഞ്ഞു. തല പൊട്ടിപ്പൊളിയും പോലെ അവൻ തിരിഞ്ഞ് ഭിത്തിയിൽ നെറ്റി അമർത്തി നിന്നു. മോനെ ഉണ്ണിക്കുട്ട, നീ ഇങ്ങനെ വിഷമിക്കാതെ ഇവിടെ വന്നിരിക്കേ. അവൾക്കൊരു കുഴപ്പവും വരില്ല. അപ്പച്ചിയല്ലേ പറയുന്നേ? ഈ അപ്പച്ചിയുടെ ജീവന അവൾക്ക് പകരം എന്റെ കൃഷ്ണന്റെ കാൽക്കൽ ഞാൻ വെച്ചേക്കുന്നേ. അപ്പച്ചി പറഞ്ഞത് കേട്ട് അവൻ തിരിഞ്ഞു നോക്കി. അപ്പച്ചി അവനെ കൈകാട്ടി അടുത്തേക്ക് വിളിച്ചു. അപ്പച്ചിയുടെ അടുത്ത് ചെന്നിട്ടവൻ കൈകളിൽ മുഖം മറച്ച് മുട്ടുകാലിലേക്ക് തല ചായ്ച്ചിരുന്നു. അപ്പച്ചി ആ കരച്ചിലിനിടയിലും അവന്റെ മുടിയിഴകളിൽ തലോടിക്കൊണ്ടിരുന്നു. സമയം മേലേക്ക് ഇഴഞ്ഞു കയറുന്നൊരു ചിലന്തിയെപ്പോലെ തോന്നിച്ചു. ഭാരമുള്ള 8 കാലുകളുള്ളൊരു ചിലന്തി. ഓരോ കാലുകൾ കൊണ്ടും അത് ശരീരത്തിൽ അള്ളിപ്പിടിച്ച് മെല്ലെ കയറുന്നു. കുടഞ്ഞെറിഞ്ഞാലും പോകാത്തൊരു 8കാലിയാണ് ചിലപ്പോഴൊക്കെ സമയം. മുന്നോട്ടു നീങ്ങാതെ നിന്ന സമയത്തിനിടയിൽ എപ്പോഴോ സുദേവിന്റെ ഫോൺ ശബ്ദിച്ചു. കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ടവൻ മുഖമുയർത്തി. അപ്പച്ചി കണ്ണുകളടച്ച് ചാരിക്കിടപ്പുണ്ട്. കണ്ണുനീരൊഴുകിയ ചാലുകൾ കവിളിൽ കാണാം. ചുണ്ടുകളിൽ കൃഷ്ണനാമം മാത്രം. രമച്ചിറ്റയുടെ അവസ്ഥയും മറ്റൊന്നല്ല. കണ്ണുകൾ കരയുന്നില്ലെങ്കിലും ഉള്ളം കരയുന്നതിന്റെ നീറ്റലിൽ ആ കണ്ണുകൾ കലങ്ങിച്ചുവന്നിരിക്കുന്നു. ഫോണിന്റെ ശബ്ദം കേട്ട് 2 പേരും അവനെ നോക്കി.
സുദേവ് പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു. ഹരിയാണ് പറഞ്ഞിട്ട് അവൻ ഫോൺ ചെവിയോട് ചേർത്തു. കോൾ കണക്റ്റായതും ഫോണിൽ കൂടി ഹരിയുടെ ചോദ്യം കേട്ടു. എന്തായി ചേട്ടാ? അറിയില്ലടാ, ഇടയ്ക്ക് ഞാൻ ജ്യോതിഷിനെ വിളിച്ചിരുന്നു. ബ്ലീഡിങ് നിർത്താൻ അവര് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാ പറഞ്ഞ്. പറയുന്നതിനിടയിൽ ഇടയ്ക്കൊക്കെ അവന്റെ ശബ്ദം പതറിപ്പോകുന്നുണ്ടായിരുന്നു. വിഷമിക്കാതിരിക്കുക ചേട്ടാ, ഒന്നും സംഭവിക്കില്ലെന്നേ. അവൻ സുദേവിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ട് പറഞ്ഞു. ചേട്ടാ, ആശ്രയെ പ്രസവിച്ചു കേട്ടോ, ആൺകുട്ടിയാ. ആണോ? നീ നീ കുഞ്ഞിനെ കണ്ടോ? അവൾക്കെങ്ങനെയുണ്ട്? കണ്ടു ചേട്ടാ, രണ്ടുപേർക്കും കുഴപ്പമൊന്നുമില്ല. ശരി, ഞാൻ അപ്പച്ചിയുടെ കൈ കൊടുക്കാം. അവരുടെ സംസാരം ശ്രദ്ധിച്ചിരിക്കുകയായിരുന്ന അപ്പച്ചിയുടെ നേർക്ക് അവൻ ഫോൺ നീട്ടി. ഫോൺ കയ്യിലേക്ക് വാങ്ങുമ്പോൾ അപ്പച്ചി ചോദിച്ചു, എന്താടാ? കുറെ നേരമായി കരഞ്ഞതുമൂലം അപ്പച്ചിയുടെ ശബ്ദമടഞ്ഞിരുന്നു. ആശ്രയ പ്രസവിച്ചപ്പച്ചി, ആൺകുട്ടിയാ. ആണോ? ഭഗവാനെ. പ്രാർത്ഥനയോടെ അപ്പച്ചി ഫോൺ വാങ്ങി. ഫോണിൽ കൂടി ഹരി സംസാരിച്ചത് മുഴുവൻ കേട്ടതിന് ശേഷം അപ്പച്ചി അവനോട് പറഞ്ഞു, ശ്രീകുട്ട, ആ ഡോക്ടർ നിന്റെ പരിചയക്കാരിയല്ലേ? അവരോട് പറയണം വിപക്കുട്ടിയുടെ കുഞ്ഞിനും കൂടി ആശ്രയ പാല് കൊടുക്കുന്നു. വിപക്കുട്ടിക്ക് പാല് കൊടുക്കാൻ പറ്റുന്നത് വരെ തൽക്കാലം ആശ്രയമോളത് ചെയ്യട്ടെ. എന്തായാലും അവൾക്കും കുഞ്ഞിന്റെ അമ്മയുടെ സ്ഥാനം തന്നെയല്ലേ? അവൻ തിരിച്ചിങ്ങോട്ട് മറുപടി പറയുന്നത് അപ്പച്ചി ശ്രദ്ധയോടെ കേട്ടിരുന്നു. വളരെ നല്ലത്, മോൻ എന്നാ വെച്ചോ. അതും പറഞ്ഞ് അപ്പച്ചി കോൾ കട്ട് ചെയ്തിട്ട് ഫോൺ സുദേവിന് നേർക്ക് നീട്ടി. അവൻ അത് ഡോക്ടറോട് നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞെന്ന്. ഹരിയുമായിട്ടുള്ള അപ്പച്ചിയുടെ സംസാരം ശ്രദ്ധിച്ചിരിക്കുകയായിരുന്ന രമച്ചിറ്റയോടും സുദേവിനോടുമായിട്ട് അവർ പറഞ്ഞു. രമച്ചിറ്റയും അതിനെ അനുകൂലിക്കുകയാണ് ചെയ്തത്. അതെന്തായാലും നന്നായി ചേച്ചി. കുഞ്ഞോൾക്കിനി കുറച്ച് ദിവസങ്ങൾ കഴിയാതെ കൊച്ചിന് പാല് കൊടുക്കാനാവില്ലല്ലോ. ആ അതെ, ഈ സമയത്ത് കുഞ്ഞിനെന്തായാലും പാലിന് പകരം വേറൊന്നും കൊടുക്കേണ്ടി വന്നില്ലല്ലോ. ആലോചനയോടിരുന്ന സുദേവിനെ നേർക്ക് നോക്കി അപ്പച്ചി ചോദിച്ചു, കുഞ്ഞുണ്ണിക്ക് അവള് പാല് കൊടുക്കുന്നത് കൊണ്ട് നിനക്ക് വല്ല വിരോധം ഉണ്ടാടാ? ഒരു നെടുവീർപ്പോടെയാണ് സുദേവ് അതിന് മറുപടി പറഞ്ഞത്. എന്ത് വിരോധം അപ്പച്ചി? പറഞ്ഞതുപോലെ അവളും മോന്റെ അമ്മയുടെ സ്ഥാനത്ത് തന്നെ അല്ലേ? വാവ അവിടെ വന്നിട്ടുണ്ട്. അവൾക്ക് ഇങ്ങോട്ട് വരണമെന്നും പറഞ്ഞ് നിർബന്ധമാണെന്ന്. പിന്നെ വന്നാൽ മതിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതും പറഞ്ഞ ശേഷം കണ്ണുകളടച്ച് അപ്പച്ചി തിരികെ പ്രാർത്ഥനയിലേക്ക് മടങ്ങി. സമയം വീണ്ടും ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരുന്നു. ഇരിപ്പുറക്കാതെ അസ്വസ്ഥത നിറഞ്ഞ മനസ്സോടെ സുദേവ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ അടഞ്ഞുകിടക്കുന്ന വാതിലിലേക്കും നോക്കി നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് ജ്യോതിഷിന്റെ ഫോൺ വന്നത്. ഉത്കണ്ഠ നിറഞ്ഞ മനസ്സോടെയാണ് അവൻ കോൾ എടുത്തത്. പേടിക്കണ്ടടാ മോനെ, നമ്മൾ രക്ഷപ്പെട്ടു. ബ്ലീഡിങ് നിന്നിട്ടുണ്ട് കേട്ടോ. ജ്യോതിഷിന്റെ വാക്കുകളിൽ നിറഞ്ഞു നിന്നിരുന്ന സന്തോഷം സുദേവിന്റെ മുഖത്തേക്കും പകർന്നു. ഫോണിൽ കൂടി പറഞ്ഞത് മുഴുവൻ കേൾക്കും മുന്നേ തന്നെ സന്തോഷം കൊണ്ടവൻ ഉറക്കെ കരഞ്ഞുപോയിരുന്നു. നിലത്തേക്ക് മുട്ടുകുത്തിയിരുന്ന അവൻ മുഖം പൊത്തി ഉറക്കെ കരയുന്നത് കേട്ട് അപ്പച്ചിയും രമച്ചിറ്റയും വെപ്രാളത്തോടെ എഴുന്നേറ്റ് അവന്റെ അടുത്തേക്ക് ഓടിയെത്തി. എന്താളാ മോനെ, എന്താ അവൾക്ക് പറ്റിയേ? ചോദിക്കുമ്പോൾ അപ്പച്ചിയും കരയുകയായിരുന്നു. കണ്ണുകൾ തുടച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റ് അവൻ അപ്പച്ചിയെ വട്ടം കെട്ടിപ്പിടിച്ചു. ഒന്നുമില്ല അപ്പച്ചി, അവൾ രക്ഷപ്പെട്ടു. ഓ എന്റെ കൃഷ്ണ, നീയേ തുണ. അപ്പച്ചിയും രമച്ചിറ്റയും ചിരിച്ചുകൊണ്ട് തന്നെ കരഞ്ഞു. അപ്പോഴേക്കും ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും 2 ഡോക്ടർമാർ ഇറങ്ങി വന്നു. കൂട്ടത്തിൽ അല്പം പ്രായം കൂടുതലുള്ള തല മുഴുവൻ നരച്ച ഒരു ഡോക്ടർ അവന്റെ അടുത്തേക്ക് വന്നു. മിസ്റ്റർ സുദേവ്? യെസ് ഡോക്ടർ, ഞാൻ ഡോക്ടർ സുരേഷ്. ഡോക്ടർ ജ്യോതിഷ് എൻ്റെ ഒരു പരിചയക്കാരനാണ്. ഇത് ഡോക്ടർ മായാവതി, സീനിയർ ഗൈനക് ഡോക്ടറാണ്. തങ്ങളെ പരിചയപ്പെടുത്തിയ ശേഷം ഡോക്ടർ തുടർന്നു. ഡോക്ടർ ജ്യോതിഷ് വിളിച്ചു കാണുമല്ലോ അല്ലേ? വിളിച്ചു ഡോക്ടർ. അവൻ സന്തോഷത്തോടെ തലകുലുക്കി.
പിന്നീട് ഡോക്ടർ മായാവതിയാണ് സംസാരിച്ചത്. ഇനിയിപ്പോ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു 1 അവർ കഴിയുമ്പോൾ ആളെ ICUയിലേക്ക് മാറ്റും. എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് സാവധാനം റൂമിലേക്ക് മാറ്റാം. കുഞ്ഞ് ഇപ്പോഴും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ തന്നെയല്ലേ? അതെ ഡോക്ടർ. എങ്കിൽ കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ കൂടി അറേഞ്ച് ചെയ്തോളൂ. അത്രയും നേരം അവരുടെ സംസാരം കേട്ടുനിന്ന അപ്പച്ചി ഉടനെ ചോദിച്ചു, ഇങ്ങോട്ട് കൊണ്ടുവന്ന കുഞ്ഞിന് പാല് കൊടുക്കാനിപ്പോ പറ്റുമോ മോളെ? അതിപ്പോ വിഭാവരുടെ കണ്ടീഷൻ നോക്കിയിട്ടേ പറയാൻ പറ്റൂ. PPH ഉണ്ടാകുന്നവരിൽ ചിലർക്ക് പാല് വളരെ കുറവായിരിക്കും. വേണമെങ്കിൽ നമുക്ക് കുഞ്ഞിന് ഇൻഫന്റ് ഫോർമുല കൊടുക്കാം. ഓ, അതൊന്നും തൽക്കാലം വേണ്ട മോളെ. എൻ്റെ മോന്റെ ഭാര്യയും കുറച്ച് മുന്നേ പ്രസവിച്ചു. അവൾ അവിടെ മെഡിക്കൽ കോളേജിലാണേ. കുഞ്ഞിന് തൽക്കാലം അവള് പാല് കൊടുത്തോളും. എങ്കിലത് നല്ലതാ. എങ്കിലും വിഭാവരി ഒന്ന് നോർമലായാൽ കുട്ടി ഇങ്ങോട്ട് കൊണ്ടുവരുന്നതാ നല്ലത്. ഫീഡ് ചെയ്യാൻ തുടങ്ങിയാലേ പാല് കുറവുണ്ടെങ്കിലും പിന്നീട് അത് ശരിയാവുകയുള്ളേ. സുദേവ് ഇടയ്ക്ക് കയറി, അത് ഡോക്ടർ നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. എപ്പോഴാണെന്ന് വെച്ചാൽ കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. നിങ്ങൾ എന്തായാലും ഇവിടെ ഒരു റൂം എടുത്തോളൂ. പിന്നെ നാളെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു 4 പേരെ കൊണ്ടുവരണം. കുറച്ച് ബ്ലഡ് ഇവിടുത്തെ ബ്ലഡ് ബാങ്കിൽ നിന്നും എടുത്തിട്ടുണ്ടായിരുന്നു. അത് റിട്ടേൺ ചെയ്യണം. ഏത് ഗ്രൂപ്പായാലും മതി. ഡോക്ടർ സുരേഷ് പറഞ്ഞു. അതും ശരിയാക്കാം ഡോക്ടർ. ആകാംക്ഷ അടങ്ങാതെ അവൻ ചോദിച്ചു, വിഭയെ എപ്പോ ഒന്ന് കയറി കാണാൻ പറ്റും ഡോക്ടർ? എന്തായാലും ആളെ ഒന്ന് ICUയിലേക്ക് മാറ്റട്ടെ കേട്ടോ. എന്നിട്ട് ഞങ്ങൾ പറയാം. ശരി ഡോക്ടർ. അവൻ തലകുലുക്കി. ഡോക്ടർമാർ രണ്ടുപേരും പോയതും സുദേവ് ഫോൺ എടുത്ത് ഹരിയെ വിളിച്ച് കാര്യം പറഞ്ഞു. കേട്ടപാടെ അവനത് അവിടെയുള്ളവരോട് വിളിച്ചു പറയുന്നത് ഫോണിൽ കൂടി സുദേവ് കേട്ടു. ശ്രുതിക്കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരാനും സുദേവ് അവനെ പറഞ്ഞേൽപ്പിച്ചിട്ട് ഫോൺ കട്ട് ചെയ്തു. തുടരും. പറയാനിനിയും അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. കഥ കേൾക്കുന്നവർ ഒരു ഇമോജിയെങ്കിലും അഭിപ്രായമായി നൽകി സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ ലൈക്കുകൾ നൽകിയും ലിങ്ക് ഷെയർ ചെയ്തും സപ്പോർട്ടുമായി കൂടെ ഉണ്ടാകണേ.